അന്തി നീ എന്തിരിപ്പായിരിക്കണത്? മുടിയും പിടിച്ച് കാലത്തേറ്റ് ബ്രഷ് ചെയ്യൊന്നും വേണ്ട. ഏറ്റു പല്ലാക്കൂല കുളിക്കൂല, ഇങ്ങനെ ഇരിക്കും. നീ അപ്പുറത്തെ വീട്ടിലെ പെൺപിള്ളേരൊന്നും നോക്കിയേ. എനിക്കും കിട്ടിയില്ല ഈശ്വര ഇങ്ങനൊരു സാധനം. സന്ധ്യ നീ എന്തിരിപ്പായിരിക്കണേ? കുഞ്ഞു കരയിന്, പോയി പാല് കൊടുക്ക്. എനിക്ക് വയ്യ അമ്മേ. വയ്യേ? നിനക്കെന്താ വയ്യാത്ത? കുഞ്ഞു കരയിന് കേട്ടില്ലേ? എന്ത് വയ്യയാ? കുഞ്ഞിനാരാ നോക്കുക? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്ക് തീരെ വയ്യ. അമ്മ പോയി നോക്ക്. മോനെ, ഇവളെന്താ പറയണേന്നൊന്ന് നോക്കിയേ. എടി സന്ധ്യ, നീ എന്താ ചെയ്യണേ? സന്ധ്യ, അവൾക്ക് തീരെ വയ്യ, നീ അങ്ങോട്ടൊന്ന് ചെല്ല്. അവളെ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല. എന്താ ഇവിടെ ഇരുന്ന്? കുഞ്ഞിരുന്നുണ്ടല്ലേ? എന്തിരിപ്പ കുഞ്ഞിന് പോയി പാലെടുക്ക്. എന്താ സന്ധ്യ നീ ചെയ്യണത്? കുഞ്ഞു കരയണ, കുഞ്ഞിനെ പോയി എടുക്ക്. നീ എന്താ ചെയ്. എടി സന്ധ്യ, നിനക്ക് എന്താടി പറ്റത്? പ്രസവ ശേഷം നീ ആളാകെ മാറിയല്ലോ. കുഞ്ഞിവിടുന്ന് കരുതുന്നുണ്ടല്ലേ? എന്റെ കുഞ്ഞൊക്കെ എനിക്കറിയാം. ഹായ് ചേച്ചി, ഞാൻ നീതു ഹെൽത്ത് സെന്ററിൽ നിന്നാണ്. മരുമകളെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു അവയർനെസ് ക്ലാസ് തരാൻ വേണ്ടി വന്നതാണ്. സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സമയം അത്. പ്രസവിച്ച് കിടക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അവർക്ക് ശാരീരികമായും മാനസികമായും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതൊന്നും അവർക്ക് കുഴപ്പം കൊണ്ട് ഉണ്ടാവണതല്ല, അവരുടെ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. പിന്നെ ഇതിനു മുന്നേ സ്ഥിരമായി ഉറങ്ങിയിരുന്ന ആൾക്കാർ ഉറക്കമില്ലാത്ത രാത്രികളാണ് പുണ്യം ഉണ്ടായതിനു ശേഷം ഉണ്ടാവുക. സ്റ്റിച്ചിന്റെ പെയിൻ, അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളായിരിക്കും. ശാരീരികമായി ഭയങ്കര വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും അനുഭവിക്കുന്നുണ്ടാവുക. ആ സമയത്താണ് നമ്മുടെ വീട്ടുകാർ നല്ല സപ്പോർട്ട് അവർക്ക് വേണ്ടത്. ഈ സപ്പോർട്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ ഉണ്ടല്ലോ, അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന പല അവസ്ഥയിലേക്കായിരിക്കും അവരും പോവുക. അങ്ങനെ ഒരു സാഹചര്യം വരാണ്ടിരിക്കാനായിട്ട് നമ്മുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് അവർക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവണം. കുട്ടീനെ കെയർ ചെയ്യുന്ന കാര്യത്തിലായാലും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും നമ്മുടെ കെയറും സപ്പോർട്ടും അവർക്ക് ഉണ്ടാവണം. അപ്പൊ അതൊന്ന് ഓർമ്മിപ്പിക്കാനും ആ കൊച്ചിനൊന്ന് കാണാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ചേച്ചി എന്തി? ഉറങ്ങാണ്, വിളിക്കണോ? ഉറങ്ങിക്കോട്ടെ. ഇപ്പൊ ഈ സമയത്ത് ഏറ്റവും അവർക്ക് അത്യാവശ്യം വേണ്ടത് റെസ്റ്റാണ്. അപ്പൊ ശരി. മോളെ, ദാ പാല് കുടിക്ക്. വേണ്ടമ്മേ. പറ്റില്ല. നീ പ്രസവിച്ചെടുക്കുന്ന സമയല്ലേ, ഇതൊക്കെ കുടിക്കണം. ദാ പാല് കുടിക്ക്. അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടോ അമ്മേ? അടുക്കളയിലെ പണിയൊക്കെ അമ്മ എടുത്തോളാം. മോളിപ്പോൾ റെസ്റ്റ് എടുക്കേണ്ട സമയം, റെസ്റ്റ് എടുക്ക്. അമ്മ ചെയ്തോളാം. സച്ചു, നീ എന്താ ചെയ്യുന്നേ? ഞാൻ അലക്കാൻ. ആ, അതൊക്കെ ഞാൻ ചെയ്തോളാം. നീ കുട്ടിനെ നോക്ക്. വീടടി അന്നേരം ആണുങ്ങൾ കളിക്കൂടെ. നീ പോയി കുട്ടിനെ നോക്കട്ടോ.